എല്ലാവർക്കും നമസ്കാരം. ഇനി കേരളത്തിൽ ഒരു സിനിമ പ്രദർശിപ്പിക്കണമെങ്കിൽ ഡിവൈഎഫ്ഐയുടെ അനുവാദം കൂടി വാങ്ങിയിരിക്കണം. സെൻസർ ബോർഡിന്റെ അനുവാദം മാത്രം പോരാ. എന്തെങ്കിലും പ്രശ്നമുണ്ടായി ബഹുമാനപ്പെട്ട കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ കോടതിയുടെ അനുവാദം കിട്ടിയാൽ പോലും കേരളത്തിൽ സിനിമകൾ പ്രദർശിപ്പിക്കാൻ സാധിക്കില്ല ഇനി. കാരണം ഡിവൈഎഫ്ഐയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി കേരളത്തിൽ സിനിമകൾ പ്രദർശിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ദ കേരള സ്റ്റോറി 2 സെൻസർ ബോർഡിന്റെ അനുവാദവും അതുപോലെ തന്നെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവോടുകൂടി കഴിഞ്ഞ ദിവസം റിലീസായ പടം, ആ സിനിമ ദ കേരള സ്റ്റോറി 2 കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ ആ സിനിമ പ്രദർശിപ്പിച്ചിരുന്ന മാളുകൾക്കും തിയേറ്ററുകൾക്കും എതിരെ പ്രകടനം നടത്തുകയും സിനിമയുടെ പോസ്റ്ററുകളും ബാനറുകളും വലിച്ചു കീറുകയും കയ്യിൽ നിന്നും കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ തിയേറ്ററിന്റെ മാളിന്റെ ഉള്ളിൽ കയറിയിരുന്ന പ്രേക്ഷകരെ ഇറക്കി വിടുക വരെ ചെയ്തിരിക്കുന്നു. ആ ഇറക്കി വിടുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളിൽ വളരെ വൈറലായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവര് ഈ സിനിമ പടം പ്രദർശിപ്പിക്കുന്ന മാളുകൾ അല്ലെങ്കിൽ തിയേറ്ററിലേക്കെതിരെ പ്രകടനം നടത്തുമ്പോൾ അവരുടെ കയ്യിലൊരു കൊടിയുണ്ടായിരുന്നു, സുപ്രപതാക. അതിലെഴുതിയിരിക്കുന്ന വാക്കുകൾ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നായിരുന്നു. ഇവർ ഈ ആൾക്കാരെ ഇറക്കി വിട്ടിരുന്നപ്പോൾ, തിയേറ്ററിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നപ്പോഴും അവർ ഉറക്ക വിളിച്ച മുദ്രാവാക്യം ഡിവൈഎഫ്ഐ സിന്ദാബാദ്, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം സിന്ദാബാദ്. ഇതാണ് അവർ ഉറക്ക വിളിച്ചിരുന്ന മുദ്രാവാക്യം. ഇവിടെ എവിടെ സ്വാതന്ത്ര്യം? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ അനുവാദത്തോടുകൂടി റിലീസായ ഒരു സിനിമ, രാജ്യം മുഴുവൻ റിലീസായ ഒരു സിനിമ കാണുവാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വിടുന്നതാണോ നിങ്ങളുടെ സ്വാതന്ത്ര്യം? ആവിഷ്കാരം സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്താണ് ഇത് നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾക്ക് എന്ത് ഭക്ഷണം കഴിക്കാം എന്നുള്ളത് ഞങ്ങളാണ് തീരുമാനിക്കുക. അതിൽ വേറെ ആർക്കും ഇടപെടാൻ അധികാരമില്ല. ഇത് ഭക്ഷണ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ ഭക്ഷണത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കും, അതിൽ ആർക്കും തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംസ്ഥാനം മുഴുവൻ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയ സംഘടനയാണ് ഇപ്പോൾ ഒരു സിനിമയ്ക്കെതിരെ ഇതിൽ പ്രതിഷേധവുമായിട്ട് അത് ഈ കേരളത്തെ പ്രദർശിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെ ഇഷ്ടമുള്ള സിനിമ കാണുവാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ കേരളത്തിലെ ജനങ്ങൾക്കില്ലേ? സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് അവനൊരു സിനിമയായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നെഴുതിയ സുപ്രപതാകയുമായി കയറി വന്നുകൊണ്ടാണ് അത് കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നത്. ഇതാണോ നിങ്ങളുടെ സ്വാതന്ത്ര്യം? ഇതാണോ നിങ്ങളുടെ ജനാധിപത്യം? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അതിന് നിങ്ങൾ വലിയ കാര്യത്തിൽ പറയും ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ള രാജ്യത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വലിയ കാര്യത്തിൽ പറയും. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അതിന് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല, ഒന്നുമില്ല. നിങ്ങൾ തടയും ചെയ്യും, എല്ലാം ചെയ്യും. അതല്ലേ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ബഹുമാനപ്പെട്ട കോടതിയുടെ അനുവാദത്തോടെ റിലീസായ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ഇറക്കി വിട്ടവർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി ഉള്ളിലിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇത് മറ്റുള്ള സംഘടനകൾക്കും ചില ലൈസൻസിന് നൽകാനിടയാവും. കാരണം ഏതെങ്കിലും സംഘടനയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു സിനിമ ഇനി കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സംഘടനയും ഈ ഡിവൈഎഫ്ഐ ചെയ്യുന്ന പോലെ ബഹിഷ്കരിക്കാനും അതുപോലെ പ്രദർശിപ്പിക്കാൻ അനുമതി നൽകാതിരിക്കുകയൊക്കെ മുന്നോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ പ്രവണത തുടക്കത്തിലെ നുള്ളിക്കളയണമെന്ന് മാത്രമേ എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം.